നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണല്ലോ. അർജൻറ്റീന ഇംഗ്ലണ്ടിനെതിരെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു ചോദിക്കുന്ന കുറേ പേരുണ്ട്. അതൊക്കെ അർജൻറ്റീന പിടിച്ചു നിന്നോളും, നിങ്ങൾ കളി തുടങ്ങുമ്പോൾ കണ്ടോ എന്ന് വിശ്വസിക്കുന്ന അർജൻറ്റീന ആരാധകരുമുണ്ട്. ഏതായാലും അർജൻറ്റീൻ മുന്നേറ്റത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളാണ് കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടത്. അത് ഇംഗ്ലണ്ടിനെതിരെയും അവർക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അർജൻറ്റീൻ ഫുട്ബോൾ വിലയിരുത്തലുകാരൊക്കെയുള്ള ലൂക്കാസ് ബെൽട്രാമോയുടെ ഒരു വിലയിരുത്തൽ TYC സ്പോർട്സ് പ്രസിദ്ധീകരിക്കുന്നു. അർജൻറ്റീൻ അറ്റാക്കിൻ്റെ വ്യത്യസ്ത മുഖങ്ങൾ. സ്വിറ്റ്സർലൻഡിനെതിരെ വ്യത്യസ്ത ഫേസുകൾ ഉണ്ടായിരുന്നു. ആദ്യ ഫേസ് അർജൻറ്റീന ലീഡ് എടുക്കുന്നവരെയുള്ള ഫേസ്. അലക്സിസ് മെക്കലിസ്റ്റർ അടക്കം മുന്നേറ്റത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് കളിച്ച നിമിഷം, അദ്ദേഹത്തിൻ്റെ വക ഗോളും വന്ന നിമിഷം. അത് കഴിഞ്ഞിട്ട് അർജൻറ്റീന പുറകോട്ട് വലിഞ്ഞു. ആ ഫേസ് ഒട്ടും അർജൻറ്റീനയ്ക്ക് പ്രത്യേകിച്ച് ഒരു ക്രിയേറ്റിവിറ്റിയും കാണിക്കാൻ പറ്റാതെ പോയ ഘട്ടമാണ് സ്വിറ്റ്സർലൻഡ് കളി പിടിച്ച സമയം. ശരിക്കും പറഞ്ഞാൽ അത്തരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ കളിച്ചാൽ, ആ രണ്ടാമത്തെ ഫേസ് കളിച്ച പോലെ കളിച്ചാൽ പണി കിട്ടും. എന്നാൽ പിന്നീട് സ്വിറ്റ്സർലൻഡിൻ്റെ താരം ബ്രിൽ എംബോലോക്ക് റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം സ്കലോനി കാര്യങ്ങളൊന്ന് മുറുക്കി ഒന്ന് വേഗത്തിലാക്കുകയും ചെയ്തു. അപ്പം സ്കലോനിയുടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസ് നോക്കുക. ഒരു ഘട്ടത്തിൽ 5 അറ്റാക്കിംഗ് പ്ലെയേഴ്സ് വരുന്നു. 4 അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കുന്നു. നിക്കോ ഗോൺസാലസ് വന്നത് ടാഗ്ലേഫിക്കോക്ക് പകരമാണ്. ഡീപോളിന് പകരം ലൗത്രോ വരുന്നു. എൻസോക്ക് പകരം അൽമൈഡ വരുന്നു. പരഡസിന് പകരം ഹോസെ മാനുവൽ ലോപ്പസ് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് അറ്റാക്കിലേക്ക് മാറി അർജൻറ്റീന ആഞ്ഞടിക്കുന്ന ഒരു ദൃശ്യവും നമ്മൾ കണ്ടു. ചുരുക്കത്തിൽ വ്യത്യസ്ത മുഖങ്ങൾ അർജൻറ്റീനയുടെ അറ്റാക്കിന്. ലിയോ മെസ്സിയും ഹൂലിയൻ അൽവാരസും ഓൾറെഡി ഗ്രൗണ്ടിൽ ഉള്ളപ്പോഴാണ് ഇങ്ങനെ മാറ്റങ്ങളിലേക്ക് വന്നത്. അതിൻ്റെ ഫൈനൽ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യം എന്താ? ഹൂലിയൻ അൽവാരസിൻ്റെ ഒരു സ്റ്റണ്ണിങ് ഗോൾ നമ്മൾ കണ്ടു. ലൗട്രോ അധികം ഗോളടിച്ചു. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഷോട്ട്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. മറ്റത് അർജൻറ്റീനയുടെ ഷോട്ടുകൾ നിങ്ങൾ നോക്കണം. ഇനീഷ്യൽ മാച്ചസിൽ, തുടക്കത്തിലെ മത്സരങ്ങളിൽ അർജൻറ്റീന എടുത്ത 22 ഷോട്ടുകളിൽ 13 അവരുടെ ക്യാപ്റ്റൻ മെസ്സി മാത്രം അടിച്ചതാണ് മഹാഭൂരിഭാഗം ഷോട്ടുകളും. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മെസ്സി 4 ഷോട്ട്, മെക്കലിസ്റ്റർ 4 ഷോട്ട്, അൽവാരസ് 3 ഷോട്ട്, അൽമൈഡ 3 ഷോട്ട്, ലൗട്രോ 2 ഷോട്ട്, ലിസാൻഡ്രോ 2 ഷോട്ട്, നിക്കോ ഗോൺസാലസ് 2 ഷോട്ട്, മൊളിനയും ക്യൂട്ടിയും ഓരോ ഷോട്ടുകൾ. വ്യത്യാസം നിങ്ങൾക്ക് വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ റൈറ്റ് മൊമെൻറ്റിൽ അർജൻറ്റീന അവരുടെ ഗിയർ മാറ്റിയിരിക്കുകയാണ്. മെസ്സിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നു എന്ന രീതിയിൽ നിന്ന് മറ്റുള്ളവർ കൂടി ആ ഒരു ഉത്തരവാദിത്വം ഷോൾഡർ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇംഗ്ലണ്ടിനെതിരെ അത് വളരെ ക്രൂഷ്യലുമായിരിക്കും. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൻ്റെ മധ്യനിരക്കെതിരെ അർജൻറ്റീനയ്ക്ക് കളി പിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. എൻസോ ഫെർണാണ്ടസ് കഴിഞ്ഞ കളിയിൽ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. അത് മുമ്പത്തെ കളി നന്നായി കളിച്ചിട്ടുണ്ട്. പക്ഷേ ഡീബോൾ കഴിഞ്ഞ കുറച്ച് കളികളായിട്ടും മങ്ങിയിട്ടാണ് കളിക്കുന്നത്. മറുഭാഗത്ത് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഡെക്ലാൻ റൈസും അതുപോലെ ആൻഡേഴ്സണും അങ്ങനെയുള്ള പ്ലെയേഴ്സ് അവരുടെ മധ്യനിര ഭരിക്കാനുണ്ട്. ജൂഡ് ബെല്ലിംഗാം വേറെയുണ്ട്. സോ കളി മധ്യനിരയിലാണ് തളിർക്കേണ്ടത്, പൂക്കേണ്ടത്. പിന്നെ അത് വലിയ രൂപത്തിൽ കായായി മാറി അതിൻ്റെ ഫ്രൂട്ടായിട്ട് വരേണ്ടത് മുന്നേറ്റത്തിൽ അർജൻറ്റീന ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഇപ്പോൾ മധ്യനിര എന്ത് ചെയ്യും എന്നുള്ളത് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.